സർ, രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ഇന്ത്യ വിരുദ്ധമാണ്. ഈ പാർലമെന്റിൽ തന്നെ 39-40 തവണ ചൈന ചൈന എന്ന് പറഞ്ഞതിൽ അദ്ദേഹം റെക്കോർഡ് എടുക്കണം. ഓരോ രാജ്യങ്ങൾ ചെന്നിരുന്ന് ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും ഇന്ത്യയെ നാണം കെടുത്തുകയും ചെയ്യും. ഇപ്പോൾ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടന വേളയിൽ BJPയും RSSും അല്ല നമ്മുടെ ശത്രുക്കൾ, ഇന്ത്യൻ രാഷ്ട്രീയത്തിനെതിരെ പോരാടണം എന്നാണ് പറഞ്ഞത്. അതിനെതിരെ ഇപ്പോൾ സംഭാൽ കോടതി കേസെടുത്തിട്ടുണ്ട്. ഒന്നുകിൽ മറുപടി അല്ലെങ്കിൽ നേരിട്ട് ഹാജരാവണം. പപ്പുമോൻ തൂങ്ങൂ. ഇതിന് കാരണം എനിക്കൊന്ന് ഈ രാഹുൽ ഗാന്ധി നാണം കെടുത്തുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഈ നാട്ടിൽ ഈ അത്യാവശ്യം മാനസികമായിട്ട് രോഗമുള്ള ചില ആളുകൾ വന്നിട്ട് അവരൊക്കെ വസ്ത്രം കഴിച്ചത് കാണിക്കും. അവരത് കാണിക്കുന്ന സമയത്ത് നാണക്കേട് ആർക്കാ വരിക? ആർക്കും നാണക്കേടൊന്നും വരില്ല. കാരണം ഇവർ മാനസിക രോഗത്തിൻ്റെ ഭാഗമാണ്. ഈ തരത്തിൽ പണിയാണ് പപ്പുമോൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പപ്പുമോൻ്റെ ചില മാനസിക രോഗം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ ജൽപ്പനങ്ങളും കേട്ടാൽ അല്പം ഒരു സുഖമില്ലാത്ത ഒരാളുടെ എല്ലാ ലക്ഷണവും ഉണ്ട്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിന് ആവശ്യം. ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറയാം. അങ്ങനെ കേരളത്തിൽ വന്നിട്ട് ഹൈവേ കൂടി പോകുന്ന സമയത്ത് അവിടെ നിർത്തിയിട്ട് ചായക്കട കയറി കാപ്പി കുടിച്ച് അവസാനം എന്താ ഫലം എന്താ ഉണ്ടായത്? അവിടെ നിന്ന് പുള്ളി സെൽഫി എടുക്കുന്നു, പത്രങ്ങൾക്ക് കൊടുക്കുന്നു, മറ്റേ ചാനലുകൾക്ക് കൊടുക്കുന്നു, യൂട്യൂബിലിടുന്നു. അവസാനം ഫലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചായക്കടക്കാരൻ്റെ ചായക്കട ഒരാഴ്ചയ്ക്ക് അടച്ചു കൂട്ടി. കാരണം അത് അനധികൃത ചായക്കടയെന്ന് പറഞ്ഞ് ഈ തരത്തിൽപ്പെട്ട പണിയാണ് പപ്പുവിനുള്ളത്. ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ എല്ലാ പണിയും അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് 39 പ്രാവശ്യം ചൈനയ്ക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് 40-45 എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം യാതൊരു വിവരവുമില്ലാത്തൊരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യൻ. ഈ രാഹുൽ ഗാന്ധിക്ക് വിവരമുണ്ടെന്നുള്ളവരും അദ്ദേഹത്തിൻ്റെ പെറ്റ അമ്മ പോലും പറയുന്നത് എനിക്ക് തോന്നണില്ല. കാരണം അത്രയും വിവരക്കേട് ഓരോ നിമിഷവും എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ശരിക്കത്. പിന്നെ അത് നമ്മളിപ്പോൾ അദ്ദേഹത്തിന് പാർലമെൻറ്റിലേക്ക് അല്പം സീറ്റ് കിട്ടിയതിനകത്ത് ഇയാളുടെ പങ്കെന്താ സത്യത്തിലുള്ളത്? അതിൽ പങ്ക് പ്രധാനമായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ മിടുക്കാണ്, അല്ലെങ്കിൽ ജോർജ് സോറോസിൻ്റെ മിടുക്കാണ്. ഇവരുടെ എല്ലാം മിടുക്കിന് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാം പങ്കാളിത്തം കയറിയിട്ട് ഇയാൾ കയറി ഏറ്റവും എങ്ങനെ ശരിയാവുക? രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്ന ഒരാളുമല്ല അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം പരമാവധി വിവരക്കേടുകൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ സമരം BJPക്കെതിരല്ല. പിന്നെ ഇയാളുടെ സമരം ആർക്കെതിരായിട്ടാണ്? ഇയാളുടെ സമരം ഇയാൾ ഇന്ത്യക്കെതിരായിട്ട് സമരം. അപ്പോൾ ഇയാൾക്ക് ഇന്ത്യ ഏതാണ്, BJP ഏതാണ്, പ്രതിപക്ഷം ഏതാണ്, ഭരണകക്ഷി ഏതാണ്, ഈ നിശ്ചയം സംബന്ധിച്ചില്ല. അയാൾ സമരം ചെയ്യാൻ പോകുന്ന ഇന്ത്യക്കെതിരായിട്ടാണ്. അയാളുടെ പടപ്പുറപ്പാട് നടത്താൻ പോകുന്ന ഇന്ത്യക്കെതിരായിട്ടാണ്. ഇയാൾ രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഈ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നതിനകത്ത് വിവരമുണ്ടായിട്ടാണ് വിവരക്കേടുണ്ടായിട്ടുള്ളതാണെന്നുള്ളത് ആ തർക്കത്തിന് ഞാനില്ല. കാരണം അയാൾക്ക് വിവരമുണ്ടെന്നുള്ളവരും അയാളുടെ പാർട്ടി പോലുള്ളവരും സത്യത്തിൽ വിശ്വസിക്കാൻ സാധ്യമല്ല. നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ശശി തരൂരിനെ പോലുള്ള ആളുകൾ, അത്യാവശ്യം നല്ല കാര്യവിവരമുള്ള ശശി തരൂരിനെ പോലുള്ള ആളുകൾ എന്തുകൊണ്ട് കോൺഗ്രസിൽ നിൽക്കുന്നില്ല? കോൺഗ്രസിൽ അങ്ങനെ പിടിച്ചിരുത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് പോലും അദ്ദേഹം നരേന്ദ്രമോദി പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നു. കാരണം തലയ്ക്ക് വെളിവുള്ളവരൊക്കെ അങ്ങനെയാണപ്പാ. തലയ്ക്ക് വെളിവുള്ളവർക്കൊക്കെ അറിയാം ഉക്രൈൻ റഷ്യയായിട്ടുള്ള യുദ്ധത്തിൽ എന്തായിരുന്നു ഭാരതത്തിൻ്റെ റോള്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റോൾ എന്തായിരുന്നു, എത്ര ശക്തമായുള്ള നിലപാടുകളാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. അത് ഉക്രൈനെതിരായിരുന്നില്ലല്ലോ, അത് റഷ്യക്കെതിരായിരുന്നില്ലല്ലോ. യൂറോപ്യൻ യൂണിയൻകാരെ എണ്ണ കൊടുക്കാൻ പ്രയാസം പറഞ്ഞ സമയത്ത് അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ വാങ്ങിച്ച ആളാണ് നരേന്ദ്രമോദി. ഇത് തിരിച്ചറിയണ്ടേ? ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധി ശശി തരൂരിനുണ്ട്, പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവില്ല. കാരണം അതിന് സാമാന്യ ബുദ്ധി പോരാ, അതിന് അത്യാവശ്യം ബുദ്ധി വേണം. കാര്യങ്ങൾ ചിന്തിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുള്ള ബുദ്ധി വേണം. ആ ബുദ്ധി ഒന്നും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പപ്പുമോനെ സംബന്ധിച്ചില്ല. അയാൾ ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി കൊടുക്കുന്നതൊക്കെ വിളിച്ചു പറയുന്നു എന്നുള്ളതല്ലാതെ കണ്ട് സ്വന്തമായിട്ടുള്ള ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ സഹോദരിയിൽ നിന്നോ ഉണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇത് തന്നെയാണല്ലോ സഹോദരിയുടെ വാക്കുകളും. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് ആ സ്ത്രീ പറയുക. ഇന്ത്യൻ പാർലമെന്റ് ഒരു കുടുംബത്തിൽ 3 പേരുണ്ട്, 3 പേരും പാർലമെന്റ് മെമ്പർമാരാവുക. വേറെ പണിയൊന്നും കിട്ടൂലല്ലോ. ഇവരുടെ ടെസ്റ്റ് ചെയ്താൽ പോലും പാസ്സാവില്ല. ഇവർ സർക്കാരിൻ്റെ ഔദാര്യം പറ്റി മാത്രം ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് ഒരു ടെസ്റ്റ് എഴുതി പാസ്സായിട്ട് ജോലി കിട്ടാൻ സാധ്യതയില്ല. ഇവർക്ക് വേറെ പണം സമ്പാദിക്കാവുന്ന കച്ചവടത്തിൻ്റെതായിട്ടുള്ള യാതൊരു നൂലാമാലകളും ഇവരെ സംബന്ധിച്ച് അറിയില്ല. ഇവർക്ക് ആകെ അറിയാവുന്ന ആളുകൾ പറ്റിക്കൽ മാത്രമാണ്. ഈ പറ്റിക്കുന്ന പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഈ അമ്മയും 2 മക്കളും കൂടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്.
അത് കഴിഞ്ഞിട്ട് പാർലമെൻറ്റിൽ വന്നിട്ട് അവരുടെ മറ്റേ മോളുടെ മക ഒരു വിഡ്ഢിത്തരം, അമ്മയുടെ വേറെ ചില വിഡ്ഢിത്തരങ്ങൾ, മോൻ്റെ മകൻ മൂന്നാമത്തെ ചില വിഡ്ഢിത്തരങ്ങൾ, ഈ തരം വിഡ്ഢിത്തരങ്ങൾ കാതലായിട്ട് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ചില ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ സവിശേഷത. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞത് നേരിട്ട് ഹാജരാവാൻ പറയാൻ കാരണം. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇതിന് ചെയ്യാനുള്ള കാരണം പ്രധാനമായിട്ട് ഇയാളിൽ നിന്ന് ഈ തരത്തിലല്ലാതെ കണ്ട് ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ടി സാധ്യമല്ല. അത് എന്ത് രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരു പരിപാടിയും രാഹുൽ ഗാന്ധി നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അത് അവരുടെ കുടുംബത്തെ സംബന്ധിച്ചില്ലപ്പ. വളരെ വർഷങ്ങളായിട്ട് ഇവരുടെ മുതുമുത്തച്ഛനായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ട് ആ കാലത്തുണ്ടായിട്ടുള്ള പാരമ്പര്യം അത് തുടങ്ങിയിട്ട് എങ്ങനെയാണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരാ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ആരാ ഭാരതരത്നം കൊടുത്താരാ? അദ്ദേഹം തന്നെ സ്വയം ഏറ്റെടുത്തു. ഇന്ദിരാഗാന്ധിക്ക് ആരാ കൊടുത്തത്? അദ്ദേഹം തന്നെ അവർ തന്നെ എടുത്തു. രാജീവ് ഗാന്ധിക്ക് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നണം. ഇനി അയാൾ തന്നെ സ്വയം എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ രാഹുൽ ഗാന്ധി എങ്ങാനും പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ അമ്മയ്ക്കൊക്കെ അത് കൊടുത്തേനേയും, അമ്മയ്ക്കും കൊടുത്തേനേയും പെങ്ങൾക്കും കൊടുത്തേനേയും. എന്ന് വെച്ചാൽ ഈ തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ഗ്രാഹ്യമില്ലാത്ത ഒരു കുടുംബമാണ് നെഹ്റു കുടുംബം. അത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കുറച്ചുകൂടി സത്യസന്ധനാണെന്ന് എനിക്ക് തോന്നിയത്. ഞങ്ങളുടെ സമരം BJPക്ക് എതിരായിട്ടല്ല, ഇന്ത്യക്കെതിരായിട്ടാണെന്നാണ് പറഞ്ഞത്. ഇത് ശരിയാന്നേ. ഈ പാർട്ടി കാലങ്ങളായിട്ട് കോൺഗ്രസ് പാർട്ടിയും ഈ കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സമരങ്ങളും ഇന്ത്യ വിരുദ്ധമായിട്ടാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചൈനയിൽ പോയിട്ട് പഞ്ചശീല തത്വത്തിൽ ഒപ്പിട്ടപ്പോൾ അവിടെ 4.5 കോടി ജനങ്ങൾ മരിച്ച സമയത്താണ്. ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊന്നും ആ പുള്ളിക്ക് ഉണ്ടായില്ല. തിരിച്ചു വന്നപ്പോഴേക്കും ചൈന പഞ്ചശീല തത്വത്തിൻ്റെ സാധനം പേപ്പർ എടുത്തിട്ട് മേശയ്ക്കകത്ത് വച്ചിട്ടാണ് ഇന്ത്യക്കാരെ ആക്രമിച്ചത്. ഇന്ത്യയിൽ നിരവധി ആളുകളുടെ പിടഞ്ഞു വീണ് മരിച്ചു. 12,000 കിലോമീറ്റർ ദൂരം ചൈനയുടെ കൈവശമാക്കി. അതൊക്കെ നെഹ്റുവിൻ്റെ മിടുക്കല്ലേ? ഇതാണ് നെഹ്റുവിൻ്റെ ബുദ്ധി. അതാണ് ആ ബുദ്ധിയുടെ ചെറിയൊരു ബുദ്ധിയാണ് രാഹുൽ ഗാന്ധിക്കും കിട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തും. അങ്ങനെയല്ല പറഞ്ഞത്. RSSനും BJPക്കും എതിരെ തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നത് കേന്ദ്രമല്ലേ, അപ്പം അത് BJP അല്ലേ ഭരിക്കുന്നത്, അതുകൊണ്ട് ആ ലെവലിലേക്ക് അങ്ങനെ കുറച്ച് പ്രതികരണങ്ങളൊക്കെ കേൾക്കുകയുണ്ടായി. ഈ പറയുന്നവർക്കും ഈ രാഹുൽ ഗാന്ധിയുടെ അതേ നിലവാരമാണ് എന്ന് തന്നെയാണ് നമ്മൾ. അല്ല, അത് കോൺഗ്രസ്സിൽ ആരാ പറഞ്ഞത്? കോൺഗ്രസ്സിൽ ചില പാണന്മാർ പറഞ്ഞു. ബുദ്ധിയുള്ളവരാരും പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസ്സിൽ ബുദ്ധിയുള്ള ഒരാളും ആ സമയത്ത് പ്രസ്താവന ഇറക്കിയിട്ടില്ല. അവരാരും പറഞ്ഞിട്ടില്ല. അവരാരും ഇന്ത്യയാണ് BJP എന്നോ BJP ആണ് ഇന്ത്യ എന്നോ ഇവരാരും പറഞ്ഞിട്ടില്ല. പഴയ കാലത്ത് പറഞ്ഞത്, അടിയന്തരാവസ്ഥക്കാലത്ത് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയാണ് പറഞ്ഞ് ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞത് അവരാ പറഞ്ഞത്. അന്നത്തെ ബോറൻ ബറുവയാണ് അന്നത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. DK ബറുവ. അയാൾ ബോറൻ ബറുവ എന്ന് എല്ലാവരും വിളിക്കുക. അയാളാണ് പറഞ്ഞത് ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറഞ്ഞ് മുദ്രാവാക്യം കൊണ്ടുവന്ന അയാളാണ്. ഇതേപോലൊന്നും ഒരിക്കലും BJP പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് BJPക്കെതിരാണ് കോൺഗ്രസ് എങ്കിൽ ധൈര്യസമേതം പറയണം. കോൺഗ്രസിന് പറയണം ഞങ്ങൾ BJPക്ക് എതിരാന്ന് പറയണം. ഇതങ്ങനെയല്ലല്ലോ പറയുന്നത്. ഞങ്ങൾ BJPക്കെതിരല്ല, പിന്നെയോ ഞങ്ങൾ ഇന്ത്യക്കെതിരാണ്. ഇവരെക്കാലത്ത് ഇന്ത്യക്കെതിരായിരുന്നു. ഇപ്പോൾ ഈ കുടുംബം, നെഹ്റു കുടുംബം എക്കാലത്തും പ്രവർത്തിച്ചത് ഇന്ത്യക്കെതിരായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഈ രാഹുൽ ഗാന്ധി. അവിടെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ച ആരാ ഉള്ളേ? ഏത് കോൺഗ്രസ്, ഏത് ഇന്ദിരാ കുടുംബത്തിൽപ്പെട്ട ആരാണ് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്? അവർ പൂർണ്ണമായിട്ട് ഇന്ത്യക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചത്. ഇത് ചരിത്രം സാക്ഷിയല്ലേ? ഇതിന് നിരവധി തെളിവുകൾ അതിനകത്തില്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ട് നിരവധി ആളുകളില്ലേ? അപ്പോൾ ആ തെളിവുകളിലൊക്കെ ഉണ്ട് ശരിക്കാലത്തും. നമുക്കറിയാലോ, ഇപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചു 1967. താഷ്കണ്ടിൽ പോയിട്ടാണ് പാകിസ്ഥാനുമായിട്ടുള്ള കരാർ ഒപ്പുവെക്കുന്ന സമയത്താണ്, യുദ്ധം അവസാനിപ്പിക്കുന്ന കരാർ ഒപ്പുവെക്കുന്ന സമയത്താണ് അവിടെ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. എന്താ തെളിവ് എന്ന് വെച്ചാൽ നെഹ്റു കുടുംബത്തിൽപ്പെട്ട അതല്ലാത്ത പ്രധാനമന്ത്രിയായിട്ട് വന്ന ആദ്യത്തെ ആളാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹത്തിൻ്റെ മരണമാണ്. ഒരു അന്വേഷണം നടക്കുന്നില്ല. പിന്നെ ആരാ പ്രധാനമന്ത്രിയായത്? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു. ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ആസൂത്രണം നെഹ്റു കുടുംബത്തെ സംബന്ധിച്ചുകൊണ്ട് അവരെ ഉപദേശിക്കുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളല്ല, ചില വിദേശികളായിരിക്കുന്ന ശക്തികളാണ്. ഒരുപക്ഷെ ജോർജ് സോറോസിനെ പോലുള്ള വേറെ ഏതെല്ലാം സോറോസുകൾ ഉണ്ടെന്നല്ല എനിക്കറിയില്ല. അത്തരം ചില ആളുകൾ ഉപദേശിക്കുന്ന സമയത്താണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. ഏതാണെങ്കിലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യാവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ കടിഞ്ഞാണിടുന്ന പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് ഈ പറയുന്ന കോടതി വിധി വരുന്നത്. ഇത് അയാൾക്കെതിരായിട്ട് ശക്തമായിട്ട് നീക്കമായിട്ട് വരും ശരിക്കുന്നത് എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്.